ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫാഷൻ സ്ട്രീറ്റ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്, ബാക്കിയുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇത് നല്ലൊരു ലോങ് ഏരിയ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നീണ്ടു കിടക്കുന്ന കടകളെല്ലാം, അപ്പൊ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ. ഇത് നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി കാണണം. പിന്നെ കുറച്ച് ഞങ്ങൾ കമ്പയറും ചെയ്യുന്നുണ്ട്, ഈ മാർക്കറ്റാണോ ഞങ്ങൾ മുൻപ് പോയ ക്രോഫോർഡ് മാർക്കറ്റാണോ, ഏതാണ് കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ ചീപ്പായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് വാങ്ങാൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ചേട്ടനും അവർക്കും ജെൻസിനുള്ള ആവശ്യമുള്ള ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. ചേട്ടനും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ട്രിപ്പ് ഒന്ന് അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. മാർക്കറ്റ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ആർക്കൊന്നും അങ്ങനെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അല്ലേ, കണ്ടു നടക്കാനൊക്കെ. ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാനുള്ളൊരു ഇഷ്ടം അത്രയും തോന്നണില്ല. ഞങ്ങൾക്ക് ഇതിനേക്കാളും മുൻപത്തെ മാർക്കറ്റിനെ ഇതിലും കൂടുതൽ ഇഷ്ടമായത്. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അവിടെ നോക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടുന്ന് ഇതിപ്പോൾ ഇതുവരെ ഒന്നും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ശ്രേഷ്ഠ ടീച്ചർ ഒരു തണുപ്പത്തിടുന്ന ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വുളൻ ഒരു ഡ്രസ്സ് വാങ്ങി. പിന്നെ നമ്മുടെ പ്രീത ടീച്ചർ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊന്നും വാങ്ങിച്ചില്ല, ഇനി അങ്ങോട്ട് മുഴുവൻ സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും പഴയ മാർക്കറ്റിൽ തന്നെ പോകണം. ആ മാർക്കറ്റും ഈ മാർക്കറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇതിന് മുൻപത്തെ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ബസ്സിന് പോകണമെങ്കിൽ വേഗം എത്തും, നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ചിലർ ബസ്സിന് പോകാമെന്ന് പറയണം. അപ്പോൾ എന്തായാലും ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് കാത്തിക്കണം. ബസ് ഇപ്പം ഉണ്ടാവും. ഒരാൾക്കാരൊക്കെ നല്ല ഷോപ്പിംഗ് നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്കങ്ങനെ അത്രയും അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ല. അടുത്ത ചേട്ടനൊരു കാർഗോ പാൻറ് എടുക്കുന്നുണ്ട്. അത് അവർ 950 റേറ്റ് പറഞ്ഞത്. അത് നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്തിപ്പോൾ 350 തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതാ കൊടുക്കുന്നുണ്ട് 350. അപ്പോൾ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യേണ്ട ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ ക്രോസ് ചെയ്യുക. അധികം ദൂരമല്ലേ, ഇവിടെ ഇത്തിരി വഴിയുള്ളൂ നടക്കാൻ, 5 മിനിറ്റ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കണം. ഞങ്ങൾക്ക് ആ മാർക്കറ്റ് ഇനി കൂടുതൽ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ളൂ. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് ക്രോഫോർഡ് മാർക്കറ്റാണ്. കാരണം അവിടെയാണ് നമുക്ക് എല്ലാ ഐറ്റംസും, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എടുക്കാൻ പറ്റിയൊരു സ്ഥലം. മറ്റേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രോഫോർഡ് മാർക്കറ്റിൽ ഡ്രസ്സ് മാത്രമല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള സോഫ കവറ്, പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, ബാഗ്, പിന്നെ അങ്ങനെ ഒത്തിരി ഐറ്റംസ്, ഡ്രസ്സ് എല്ലാം കിട്ടും നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് കേട്ടോ. ഇത് ക്രോഫോർഡ് മാർക്കറ്റ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഷോർട്സ് നോക്കുന്നുണ്ട് ചേട്ടൻ. അത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയേക്കുന്ന ഷോർട്സ് ഇടണം. അപ്പോൾ അവർ വേറെ കളറ് ഉള്ളിൽ നിന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടീഷർട്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടീഷർട്ട് കേട്ടോ. ഷോർട്സ് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഷോർട്സ് നോക്കി ഇപ്പോൾ ടീഷർട്ടിലേക്കായി. ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ട്, പിന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. 2 ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നല്ലതാണ്, വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചീപ്പായി കിട്ടുന്ന ഷോപ്പല്ല, ഇത് ഒറിജിനൽ ഷോപ്പാണ്. വിലയുണ്ട് ഇവിടുത്തെ ഹാൻഡ് ബാഗിൻ്റെയൊക്കെ സ്ഥലം. ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാൻഡ് ബാഗ്. ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സും എടുത്തിട്ടുണ്ട്. വാങ്ങിച്ച ഐറ്റംസൊക്കെ വീട്ടിൽ ചെന്ന് സാവധാനം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഷോപ്പിംഗ് ചെയ്ത് അധികമൊന്നും ചെയ്തില്ല, ഡ്രസ്സ് കാര്യമൊന്നും വാങ്ങിച്ചിട്ടില്ല കാര്യമായിട്ട്. ഇങ്ങനെയൊക്കെ കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിച്ചോളൂ. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതാ, എല്ലാവരും തിരിച്ചു പോകണം കേട്ടോ. ഇനി നമുക്ക് ഒരു മലയാളി കടയുണ്ട്, അവിടേക്ക് പോകണം. പക്ഷെ അത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഏരിയയിൽ എവിടെയാണ്, താനേൽ തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്നത് താനേലാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ താനേലേക്ക് പോകണം. അപ്പോൾ 2 വണ്ടിയായിട്ട് പോകണം. അപ്പോൾ ഒരു വണ്ടിയിലേക്ക് ഇവർ കയറിക്കൊണ്ടിരിക്കണം.
ഞങ്ങൾക്ക് പോകാനുള്ള ടാക്സി എത്തി, മറ്റവർ പോയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറി പോകണം. സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ അടിപൊളി, നല്ല ലൈറ്റ് ഡെക്കറേഷനും സ്റ്റാറും ഒക്കെ ആയിട്ട് കാണാൻ സൂപ്പർ. ഞങ്ങളിപ്പോ ഒരുവിധം സന്ധ്യയായ സമയത്താട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലെ ലൈറ്റും കാര്യങ്ങളും പിന്നെ ക്രിസ്മസിന്റെ ടൈമും കൂടെയാണല്ലോ, അപ്പൊ എല്ലാം കൂടെ നല്ലൊരു പ്രത്യേക ഭംഗിയാട്ടോ. ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. നമുക്ക് എത്ര മണിക്ക് വീട്ടിൽ നിന്ന് എത്താൻ പറ്റാമെന്ന് അറിയില്ല, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വണ്ടി പിടിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ എനിക്കൊന്നും ഒന്നും കൂടെ റഷ് കൂടാണ്. ഇത് നമ്മുടെ ബോംബെയിലെ LTT റെയിൽവേ സ്റ്റേഷനാണ്. നല്ല നീളമുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അത്. ബിൽഡിങ്ങിന്റെ ഭംഗിയാണെങ്കിലും ഏതാണ്ട് പാലസ് പോലെയുണ്ട്. ഞാൻ ആദ്യം ഓർത്ത് ചർച്ച എന്നാ. അടിപൊളി, സൂപ്പർ. ഞങ്ങൾ ഇന്ന് 8:30 എത്തുമെന്നും സംശയമാണ്. ബ്ലോക്കിൽ പെട്ട് കിടക്കണം, മൊത്തം ബ്ലോക്കാണ്. ബ്ലോക്ക് ഇന്ന് 24th ആണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കുമായിരിക്കാം. പിന്നെ രാത്രി ടൈമാണ്, ആ തിരക്കുമായിരിക്കാം. എന്തായാലും പെട്ടു. മനസ്സിലായി, ഭയങ്കര തിരക്കാട്ടോ. വീഡിയോയിൽ കൂടെ നിങ്ങൾ അത്ര കാണുന്നുണ്ടാവില്ല, പക്ഷെ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന 3 ദിവസം ഞങ്ങൾക്ക് ഇതേപോലത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും റഷൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇന്നിപ്പോ ഭയങ്കര ബ്ലോക്കാണ്. എന്ത് രസാ ശരിക്കും, അടിപൊളി. എല്ലാ ഫ്ലാറ്റുകളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കാണാം. അത് ദൂരേന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടയായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ. ഓ, അവിടേക്ക് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന്. സൂപ്പർ. ഞങ്ങളിന്ന് ശരിക്കും ബ്ലോക്കിൽ പെട്ടേക്കാട്ടോ. അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നൊരു പിടുത്തമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് ഒരു മലയാളി കടയുണ്ട്, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കണേ. അവിടുന്ന് വാങ്ങേണ്ട ഐറ്റംസ് വാങ്ങിച്ച് പോകാൻ വേണ്ടി. അവിടേക്ക് കയറാൻ പറ്റുമോ, അവിടെ കട തുറന്നിട്ടുണ്ടോ, കട അടച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ കൂടെ പോയി നോക്കിയിട്ട് വേണം വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റേ വണ്ടിയിൽ അവരും കൂടി ഉണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും മുംബൈയിലാണ് ഉള്ളത്. അപ്പോൾ മുംബൈയിൽ വന്ന സ്ഥിതിക്ക് കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിലും കൂടെ പോയി നമുക്ക് വേണ്ട ഐറ്റംസുകൾ എല്ലാവർക്കും വാങ്ങിച്ചിട്ട് പോകാം എന്നും പറഞ്ഞാണ്. കാരണം ഞങ്ങൾക്ക് ബസ്സിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ കിട്ടുള്ളൂ. മുംബൈയിലുണ്ടായിരുന്ന 3 ദിവസങ്ങൾ എത്ര വേഗം തീർന്നെന്ന് അറിഞ്ഞില്ല കേട്ടോ. സമയം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. വളരെ വേഗത്തിൽ ഞങ്ങളുടെ കറങ്ങാനുള്ള ദിവസങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കണം. ഡെനി ചേട്ടൻ പറഞ്ഞു തന്ന കടയാട്ടോ ഇത്. അപ്പോൾ അവർക്ക് വേണ്ട കേരള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് ഈ കടയിൽ വന്നിട്ടാന്നാ പറഞ്ഞത്. അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചേക്കാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ ഫുൾ ബ്ലോക്കിൽ വിട്ടു. പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്കായിരുന്നു. ഇവിടെ വൃന്ദാവൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഇപ്പോൾ പോണേ. അവിടെയാണ് നമ്മൾ പറയുന്ന ഈ കടയുള്ളത്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു നേരമാവും. ഇനി പാക്കിങ് കാര്യങ്ങളെല്ലാം നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പള്ളിയിലൊന്നും പോകാൻ നേരം കിട്ടില്ല എന്ന് തോന്നുന്നു. ഒത്തിരി ലേറ്റായി, ഓൾറെഡി ഞങ്ങൾ ഒത്തിരി ലേറ്റാണ്. ഇനി വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് കുറിച്ച് ഫ്രഷ് ആവണം, പാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട്. കടയിലേക്കാണെങ്കിൽ നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ടാക്സിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്കിവിടെ കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർക്ക് കാണാം, കൊച്ചുകുട്ടികൾക്കുള്ള പാർക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇതാ കയറിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പാട്ടോ, പക്ഷെ എന്നാലും ഞങ്ങൾ ഓർത്തു ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ കേരള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കിട്ടുന്ന കടയിൽ കയറാമല്ലോ എന്ന് വിചാരിച്ചു ഇവിടേക്ക് കയറഎന്താ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ചെറുപഴം, നേന്ത്രപ്പഴം, എല്ലാ ഐറ്റംസും ഉണ്ട്. മസാല ഐറ്റംസ്, പിന്നെ ചിപ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഈ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ. വാങ്ങിക്കട്ടെ. നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചേട്ടൻ. നേന്ത്രപ്പഴം പഴുത്ത് നോക്കി എടുക്ക്. ഇത് ഇനി തണുപ്പുകാലം നമ്മൾ AC കയറി പഴുക്കില്ല, അവിടെ ചെന്നാലും പഴുക്കില്ല. എത്തപ്പഴം എന്താ ഇവിടെ. അപ്പോൾ ഈ കടയിൽ നിന്നിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു പോകാണ്. കടയുടെ പേരെന്താ? അയ്യപ്പ സ്റ്റോർ. ഓക്കെ.
അപ്പൊ അത് നമ്മുടെ കർണാടകയിൽ നിന്നുള്ളൊരു ചേട്ടൻ നടത്തുന്ന തമിഴ്നാട്. ഓക്കെ, മൂകാംബിക എന്നുള്ള ചേട്ടന്. അപ്പൊ ഇനി ഞങ്ങൾ പോട്ടെ കേട്ടോ, ലേറ്റ് ആവണം അല്ലെങ്കിൽ. അപ്പൊ ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇന്ന് രാത്രി പാക്ക് ചെയ്യണം. പാക്കിങ് ചെയ്യാനുള്ള ഐറ്റംസുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിസോർഡർ ആയിട്ട് കിടക്കണം. ഇനി അതിനെല്ലാം ഒന്ന് പറക്കി വെക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ബോക്സ് ഒരു ഇതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാഗുകൾ പാക്ക് ചെയ്യാനുണ്ട്. ബാഗൊക്കെ ഇപ്പോൾ കാലിയാണ്. ബാഗിനകത്തേക്ക് നമുക്ക് വെക്കാൻ കിടക്കണം. അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങൾക്ക് പോകേണ്ട ദിവസം. അപ്പോൾ ഇനി പാക്കിംഗ് ഒക്കെ ഞങ്ങൾ വേഗത്തിൽ തീർത്താലേ ഞങ്ങൾക്ക് കുറച്ച് ടൈമെങ്കിലും കിട്ടുള്ളൂ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നാളത്തെ വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.